Good morning, students. In the previous class, we have defined weak topology and strong topology. Okay, today first we are going to prove a theorem, that is the product topology is the weak topology determined by the projection functions. Weak topology, we know that if x and yi tau i's are topological spaces, where x is a set and yi tau i's are topological spaces, and fi's are functions from x to yi's, then the smallest topology on x which makes each of these functions continuous is called weak topology on x. Here we have to prove product topology is the weak topology determined by the projection functions. So that is, we have to prove product topology on x is the smallest topology which makes each of the projection functions pi I from x to xi continuous. Okay, now look at the proof. Now xi tau I equal to 1, 2, 3, etc. n be a collection of topological spaces, and let x be their product, cross product x1 cross x2 cross etc. cross xn, and let pi I from x to xi be the ith projection function. We know that x with the product topology, each pi i's are continuous. For that, as V is open box in x, say V equal to v1 cross v2 cross etc. cross vn, where vi element of tau I, then this v can be written as v is equal to intersection I equal to 1 to n pi I inverse of vi. ഇത് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, ഓരോ പ്രൊജക്ഷൻ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബട്ട് ഈച്ച് pi I inverse of vi's are of the form x1 cross etc. cross xi minus 1 cross vi cross xi plus 1 cross etc. cross xn. ഇത് ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് ഇത് നമ്മളുടെ പ്രോഡക്റ്റ് ടോപ്പോളജിയുടെ എന്താണ്, ബേസ് ആണ്, ബേസിലെ എലമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓപ്പൺ. സോ നമുക്ക് pi I ഇൻവേഴ്സ് ഓഫ് വി ഐ എന്ന് പറയുന്നത് ഇവിടെ വി എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണെന്നാണ് കിട്ടുന്നത്. ദെർഫോർ ഇപ്പോൾ ഇത് ഓരോന്നും ഓപ്പൺ സെറ്റുകളാണ്, അതുകൊണ്ട് തന്നെ വിയുടെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓരോ ഓപ്പൺ ബോക്സുകളും ഇത് വെച്ചിട്ട് pi I ഇൻവേഴ്സ് ഓഫ് വി ഐ ഫോമിൽ എഴുതാൻ പറ്റുന്നത് കൊണ്ട് pi I എന്ന് പറയുന്നത് ടോ ഐ കണ്ടിന്യൂസ് ആണെന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് ഈ പ്രോപ്പർട്ടിയുള്ള ഏറ്റവും സ്മോളസ്റ്റ് ടോപ്പോളജി എന്നുള്ളതാണ്. നമ്മൾ ഈ pi I കണ്ടിന്യൂസ് എന്നുള്ളത് ഇതിന് മുൻപ് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, അവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പ്രൂഫ് ഇവിടെ എടുത്ത് എഴുതിയാലും മതി. ഇനി പ്രൂവ് ചെയ്യേണ്ടത് യു എന്നുള്ളൊരു ടോപ്പോളജി എക്സിലുണ്ട് വിച്ച് മേക്സ് ഈച്ച് pi I കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് നമ്മളുടെ pi I ഇൻവേഴ്സ് ഓഫ് വി ഐസിനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് എഴുതിയാൽ മതി. ഫോർ ഈച്ച് ഐ എലമെന്റ് ഓഫ് ഐ ആൻഡ് വി ഐ എലമെന്റ് ഓഫ് ടോ ഐ. ഇനി ഓപ്പൺ ബോക്സസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ടോപ്പോളജിയുടെ ബേസ് ആണെന്ന് നമുക്കറിയാം. ഒരു ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. വി നേരത്തെ പറഞ്ഞു, അതിന് നമുക്ക് ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n pi I ഇൻവേഴ്സ് ഓഫ് വി ഐ എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പം ഓപ്പൺ ബോക്സുകൾ എല്ലാതും നമ്മളുടെ എന്താണ് യുവിൽ വരും. കാരണം pi I ഇൻവേഴ്സ് pi Iനെ എല്ലാം കണ്ടിന്യൂസ് ആക്കുന്ന ടോപ്പോളജിയാണ് യു എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ pi I ഇൻവേഴ്സ് ഓഫ് വി ഐസ് എല്ലാം എന്തായേ പറ്റൂ, യുവിൽ വന്നേ പറ്റൂ. അപ്പോൾ pi I ഇൻവേഴ്സ് ഓഫ് വി ഐസ് എല്ലാം യുവിൽ വന്നാൽ യു ടോപ്പോളജി ആയതുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ എവിടെ വരും, യുവിൽ വരും. അപ്പം ഏത് ഓപ്പൺ ബോക്സ് എടുത്തു കഴിഞ്ഞാലും അതിപ്പോൾ യുവിലുണ്ടെന്നാണ് കിട്ടുന്നത്. യു ടോപ്പോളജി ആയതുകൊണ്ട് അവരുടെ യൂണിയൻസും യുവിലുണ്ടാവും. അതായത് നമ്മളുടെ പ്രോഡക്റ്റ് ടോപ്പോളജിയുള്ള എല്ലാ എലമെന്റും യുവിലുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്നത്. സോ the product topology is the smallest topology which makes each of the projection functions continuous. So tau is that product topology is the weak topology determined by the projection functions. നെക്സ്റ്റ് തിയറം, അതിൻ്റെ നെക്സ്റ്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ തിയറം ഇതാണ്: ലെറ്റ് എക്സ് ഹാവ് ദ വീക്ക് ടോപ്പോളജി ഡിറ്റർമിൻഡ് ബൈ ദി ഫാമിലി എഫ് ഐ ഫ്രം എക്സ് ടു വൈ ഐ എലമെന്റ് ഓഫ് ഐ ഓഫ് ഫംഗ്ഷൻസ് വെയർ ഈച്ച് വൈ ഐ ഇസ് എ ടോപ്പോളജിക്കൽ സ്പേസ്, I being an indexed set. Then for any space z, the function g from z to x is continuous if and only if for each I element of I the composite fi composition g from z to yi is continuous. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുകയാണെങ്കിൽ ഈ രീതിയിലാണുള്ളത്.
നമുക്ക് എക്സിൽ നിന്ന് y1ലേക്ക് f1 എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എക്സിൽ നിന്നും y2ലേക്ക് f2 എന്നുള്ള ഫംഗ്ഷൻ, അങ്ങനെ എക്സിൽ നിന്നും yisലേക്ക് fis എന്നുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിനെ എല്ലാം ഈ ഫംഗ്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന വീക്ക് ടോപ്പോളജിയാണ് എക്സിലുള്ളത്. അതായത് ഈ ഫംഗ്ഷൻസിനെ എല്ലാം കണ്ടിന്യൂസ് ആക്കുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ ടോപ്പോളജിയാണ് എക്സിലെ ടോപ്പോളജി എന്നാണ് തന്നിട്ടുള്ളത്. ഇനി g എന്നുള്ളൊരു ഫംഗ്ഷൻ എക്സിൽ നിന്നും ഇസഡിൽ നിന്നും എക്സിലേക്ക് തന്നിട്ടുണ്ട്. അപ്പം g എന്നുള്ള ഫംഗ്ഷൻ ഇസഡിൽ നിന്നും എക്സിലേക്ക് കണ്ടിന്യൂസ് ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ദീസ് fi കോമ്പോസിഷൻ gi's ആർ കണ്ടിന്യൂസ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഒരു പാർട്ട് ക്ലിയർ ആണ്. ഇപ്പോൾ g എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ fi's എല്ലാം ഓൾറെഡി കണ്ടിന്യൂസ് ആണ്, കാരണം fiനെ കണ്ടിന്യൂസ് ആക്കുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ ടോപ്പോളജിയാണ് എക്സിലുള്ളതെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ fiയും കണ്ടിന്യൂസ് ആണ്. gയും കണ്ടിന്യൂസ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. സോ ഓരോ fi കോമ്പോസിഷനും fi കോമ്പോസിഷൻ ജിയും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. ഇനി തിരിച്ച് ഓരോ fi കോമ്പോസിഷൻ g ഫ്രം z ടു x yiയും കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് g ഫ്രം z ടു x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പം ഓൾറെഡി എക്സിലുള്ള ടോപ്പോൾ, അപ്പോൾ എക്സിലുള്ള ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ g ഇൻവേഴ്സ് ഇസഡിലുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷേ എക്സിനെ കുറിച്ച് ഇപ്പം നമുക്ക് അറിയാവുന്നത് എക്സിലുള്ളത് വീക്ക് ടോപ്പോളജി ഡിറ്റർമിൻഡ് ബൈ ദ കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് fi ആണെന്നാണ്. അപ്പം അത് നമ്മൾ അതിൻ്റെ പ്രൂഫ് പറഞ്ഞെടുത്ത് പ്രൂവ് ചെയ്തിരുന്നു. fi ഇൻവേഴ്സ് ഓഫ് vi എലമെൻറ്റ് ഓഫ് ടോ i എലമെൻറ്റ് ഓഫ് i, ഈ കളക്ഷനാണ് ആ വീക്ക് ടോപ്പോളജിയുടെ ബേസ് എന്നുള്ളതാണ്, സബ് ബേസ് എന്നുള്ളതാണ് നമ്മളവിടെ പ്രൂവ് ചെയ്തത്. അപ്പം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യാൻ ഈ സബ് ബേസിലെ എല്ലാ എലമെൻസിൻ്റെയും g ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇസഡിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതിനായിട്ട് അപ്പോൾ ഇതിലത്തെ ഓരോരുത്തരുടെയും g ഇൻവേഴ്സ് എടുക്കുന്നു. അപ്പോൾ g ഇൻവേഴ്സ് ഓഫ് fi, ഇതിൽ ഓരോരുത്തരും fi ഇൻവേഴ്സ് ഓഫ് vi ഫോമിലാണ്. g ഇൻവേഴ്സ് ഓഫ് fi ഇൻവേഴ്സ് ഓഫ് vi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ fi കോമ്പോസിഷൻ g ഹോൾ ഇൻവേഴ്സ് ഓഫ് viക്ക് ഈക്വൽ ആണ്. ഇത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ വരിക, എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ പറയുകയാണെങ്കിൽ fi കോമ്പോസിഷൻ g ഹോൾ ഇൻവേഴ്സ് ഓഫ് vi എന്നാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. സോ ബട്ട് ഈ ഓരോ fi കോമ്പോസിഷൻ ജിയും നമ്മൾ കണ്ടിന്യൂസ് ആണെന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ fi കോമ്പോസിഷൻ g ഇൻവേഴ്സ് ഓഫ് vi's ആർ ഓപ്പൺ സെറ്റ്സ് ഇൻ z. അപ്പം ഇതെല്ലാം ഓപ്പൺ സെറ്റ് ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് g ഇൻവേഴ്സ് ഓഫ് fi ഇൻവേഴ്സ് ഓഫ് vi's ആർ ഓപ്പൺ. അപ്പോൾ സബ് ബേസിലെ എല്ലാ എലമെൻസിൻ്റെയും g ഇൻവേഴ്സ് ഓപ്പൺ സെറ്റ് ഇൻ z ആണെന്ന് കിട്ടുന്നുണ്ട്. ദെർഫോർ ദിസ് ഫംഗ്ഷൻ g ഈസ് കണ്ടിന്യൂസ്. ഇനി അതേപോലെ തന്നെ സ്ട്രോങ് ടോപ്പോളജി വെച്ച് വരുന്ന വേറൊരു റിസൾട്ടാണിത്. ലെറ്റ് എക്സ് ഹാവ് ദ സ്ട്രോങ് ടോപ്പോളജി ഡിറ്റർമിൻഡ് ബൈ ദി ഫാമിലി fi ഫ്രം yi ടു x i എലമെൻറ്റ് ഓഫ് i ഓഫ് ഫംഗ്ഷൻസ് വെയർ ഈച്ച് yi ഈസ് എ ടോപ്പോളജിക്കൽ സ്പേസ് I being an indexed set. Then for any space z a function g from x to z is continuous if and only if for each I element of I the composite function g composition fi from yi to z are continuous. അപ്പോൾ ഇതിൻ്റെ പ്രൂഫും നമുക്ക് നേരത്തെ അതേ ഐഡിയ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ fi's കണ്ടിന്യൂസ് ആണെന്നുള്ളത് ക്ലിയർ ആണ്. ബിക്കോസ് ജി കോമ്പോസിഷൻ fi ബീയിങ് composition of continuous functions. Conversely assume g composition fi's are continuous. Now we have to prove g is continuous. g is from x to z ആണ്. അപ്പോൾ g continuous ആണെന്ന് പ്രൂവ് ചെയ്യാൻ z-ലെ ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത് g ഇൻവേഴ്സ് ഓഫ് ദാറ്റ് സെറ്റുകൾ എന്ന് പറയുന്നത് x-ൽ ഓപ്പൺ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ x-ൽ സ്ട്രോങ് ടോപ്പോളജി ഡിറ്റർമിൻഡ് ബൈ ദാറ്റ് കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ പ്രൂഫിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിലുള്ള ആ ടോപ്പോളജിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ദോസ് സബ്സെറ്റ് എ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് fi ഇൻവേഴ്സ് ഓഫ് എ എലമെൻറ്റ് ഓഫ് ടോ ഐ ഫോർ ഓൾ ഐ എലമെൻറ്റ് ഓഫ് ഐ, ഈ ടൈപ്പിലുള്ള സെറ്റുകൾ മാത്രമാണ് യുക്കകത്ത് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇസഡിലെ ഒരു ഓപ്പൺ സെറ്റ് എടുത്ത് ജി ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പം അതിനായിട്ട് ലെറ്റ് വി ബി ആൻ ഓപ്പൺ സെറ്റ് ഇൻ ഇസഡ്. സിൻസ് ഈച്ച് ജി കോമ്പോസിഷൻ fi ഫ്രം yi ടു z ആർ കണ്ടിന്യൂസ്, ജി ഇൻവേഴ്സ് അപ്പോൾ സെഡിൽ ഒരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ fi ഇൻവേഴ്സ് ഓഫ് ദാറ്റ് സെറ്റ് എന്ന് പറയുന്നത് yi-ലെ ഓപ്പൺ സെറ്റ് ആയിരിക്കും. ജി കോമ്പോസിഷൻ fi ഇൻവേഴ്സ് ഓഫ് v ഈസ് ഓപ്പൺ ഇൻ yi. ദറ്റ് ഈസ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? fi ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് v ഈസ് ഓപ്പൺ ഇൻ yi. അതായത് fi ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് വി ടോ ഐയിലുണ്ട് ഫോർ ഓൾ ഐ എലമെൻറ്റ് ഓഫ് ഐ.
അപ്പം എഫ് ഐ ഇൻവേഴ്സ് ഓഫ് എ ടോ ഐയിൽ വന്നിട്ടുണ്ട് ഫോർ ഓൾ ഐ എലമെൻറ്റ് ഓഫ് ഐ എങ്കിൽ ആ എ യുലുണ്ട്. ഇവിടെ ആ എക്ക് പകരം ജി ഇൻവേഴ്സ് ഓഫ് വി ആണ്. അപ്പോൾ ജി ഇൻവേഴ്സ് ഓഫ് വി ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ജി ഇൻവേഴ്സ് ഓഫ് വി യുവിലെ എലമെൻ്റ് ആണ്, അതായത് എക്സിലെ ടോപ്പോളജിയിൽ വന്നു. സോ ജി ഈസ് കണ്ടിന്യൂസ്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്, എപ്പോഴും എക്സാമിന് ചോദിച്ച് കാണാറുള്ളൊരു ഡെഫിനിഷനാണ്. പക്ഷേ എല്ലാവരും കൂടുതൽ പേരും തെറ്റിച്ചെഴുതാറുണ്ട്. അതായത് ഇതിലെ കോഷ്യൻ്റ് എന്ന് കേൾക്കുമ്പം നമ്മളുടെ സബ്സ്പേസ് ടോപ്പോളജി ടോ റെസ്ട്രിക്റ്റഡ് വൈ, ടോ ബൈ വൈ എന്നുള്ള ആ ഒരു നൊട്ടേഷൻ അതൊക്കെ എഴുതി വെക്കാറുണ്ട്. അതല്ല ഇവിടെ ഡെഫിനിഷൻ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം. ലെറ്റ് എക്സ് ടോ വൈ യു ബി ടോപ്പോളജിക്കൽ സ്പേസസ് ആൻഡ് എഫ് ഫ്രം എക്സ് ടു വൈ ബി ആൻ ഓൺ ടു ഫംഗ്ഷൻ. Then f is said to be a quotient map or y is said to have quotient topology with respect to x and f if u is the strong topology generated by the singleton family f. അതായത് എക്സ് ടോ വൈ യു രണ്ട് ടോപ്പോളജിക്കൽ സ്പേസ് തന്നിരിക്കുന്നു. എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് തന്നിരിക്കുന്നു. അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്നും തന്നിട്ടുണ്ട്. എഫിനെ കോഷ്യൻ്റ് മാപ്പ് എന്നോ അല്ലെങ്കിൽ വൈയിലെ ടോപ്പോളജിയെ കോഷ്യൻ ടോപ്പോളജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് എഫ് എന്നോ പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, യു ഇസ് ദ, അതായത് വൈയിലെ ടോപ്പോളജി എന്ന് പറയുന്നത് സ്ട്രോങ് ടോപ്പോളജി ഡിറ്റർമിൻഡ് ബൈ ദ ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനേലും ഡിറ്റർമിൻഡ് ബൈ ദി ഫംഗ്ഷൻ എഫ്. അതായത് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. വൈയിലെ ടോപ്പോളജി ആയ യു എന്ന് പറയുന്നത് the largest topology on y which makes each of these functions എന്ന് പറയാനില്ല, ഇവിടെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, which makes this function f continuous. ഇവിടെ ഓൺ ടു ഫംഗ്ഷൻ കൂടി ആവണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മാപ്പിനെ കോഷ്യൻ മാപ്പ് എന്നും വൈയിലെ ടോപ്പോളജിയെ കോഷ്യൻ ടോപ്പോളജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് എഫ് എന്നും പറയാം. ഇനി അങ്ങനെയുള്ള കേസിൽ നമ്മളെ വൈനെ കോഷ്യൻ സ്പേസ് എന്നും പറയാറുണ്ട്. വൈ യു എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിനെ കോഷ്യൻ സ്പേസ് എന്നും പറയാറുണ്ട്. ഇനി അടുത്തൊരു റിസൾട്ടാണ് എക്സ് ഐ ടോ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര ആൻഡ് ബി എ ഫാമിലി ഓഫ് നോൺ എംപ്റ്റി ടോപ്പോളജിക്കൽ സ്പേസസ്. ലെറ്റ് എക്സ് ടോ ബി ദെയർ ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ്. ദെൻ ഫോർ എനി ഐ ദ പ്രൊജക്ഷൻ പൈ ഐ ഫ്രം എക്സ് ടു എക്സ് ഐ ഈസ് ഓൺ ടു. ടോ ഐ ഇസ് ദ കോഷ്യൻ ടോപ്പോളജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് പൈ ഐ. ഇവിടെ പൈ ഐ എന്നാണ്, നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റ് ചെയ്താൽ മതി. ഫോർ ദിസ്, അപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ടോ ഐ എന്ന് പറയുന്നത് കോഷ്യൻ ടോപ്പോളജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് പൈ ഐ ആണെന്നാണ്. അതായത് ടോ ഐ ആണ് ലാർജസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ഐ വിച്ച് മേക്സ് ദിസ് പൈ ഐ കണ്ടിന്യൂസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനായിട്ട് പൈ ഐ ഫ്രം എക്സ് ടു എക്സ് ഐ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ടോപ്പോളജി വെച്ചിട്ട് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇഫ് വി ഈസ് ആൻ ഓപ്പൺ ബോക്സ് ഇൻ എക്സ് ഐ ദെൻ പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ബൈ കണ്ടിന്യൂറ്റി ഓഫ് പൈ ഐ. ഇനി ഇഫ് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ്, അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതാണ്. അതായത് ഇതാണ് കോഷ്യൻ ടോപ്പോളജി എന്ന്, അതായത് സ്ട്രോങ് ടോപ്പോളജി ഓൺ എക്സ് ഐ വിച്ച് മേക്സ് ദിസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ഇവിടെ പ്രൂവ് ചെയ്യുക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൈ ഐ ഇൻവേഴ്സും വി എന്നുള്ള സെറ്റ് എക്സ് ഐയിൽ ഓപ്പൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് എന്ന് എടുക്കും. തിരിച്ച് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് ആയി കഴിഞ്ഞാൽ വി ഓപ്പൺ ഇൻ എക്സ് ഐ എന്നുള്ളത്. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള രീതിയിൽ ആ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കിട്ടും. അപ്പോഴാണ് സ്ട്രോങ് ടോപ്പോളജി ഡിറ്റർമിൻഡ് ബൈ ദിസ് ഫംഗ്ഷൻ പൈ ഐ എന്നുള്ളത് ആ കണ്ടീഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇഫ് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി, നമുക്ക് അടുത്ത പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ദെൻ വി ഈക്വൽ ടു പൈ ഐ ഓഫ് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി എന്ന് എഴുതാം, which is open in xi as the projection function pi I is an open map. അത് ഓപ്പൺ സെറ്റിനെ ഓപ്പൺ സെറ്റിലേക്ക് മാപ്പ് ചെയ്യും. ഇപ്പോൾ പൈ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ആണെങ്കിൽ പൈ ഐ ഓഫ് പൈ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ സെറ്റ് ആയിരിക്കും. ആസ് പൈ ഐ ഈസ് ആൻ ഓപ്പൺ മാപ്പ്. അത് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടി വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഐ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പൈ ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ്. ദാറ്റ് മീൻസ് ടോ ഐ ഈസ് ദ കോഷ്യൻ ടോപ്പോളജി. ഇനി അടുത്തത്, എവരി ഓപ്പൺ സർജക്റ്റീവ് മാപ്പ് ഈസ് എ കോഷ്യൻ മാപ്പ്. ഓപ്പൺ മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഡെഫിനിഷൻ തന്നെയാണ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഷ്യൻ മാപ്പ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു.
അപ്പോൾ ഓപ്പണും സർജക്റ്റീവും ആയി കഴിഞ്ഞാൽ മാപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായി കഴിഞ്ഞാൽ അത് കോഷ്യൻ മാപ്പ് ആവും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ബി ആൻ ഓപ്പൺ സർജക്റ്റീവ് മാപ്പ്. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ടു ആൻഡ് എഫ് ഈസ് ആൻ ഓപ്പൺ മാപ്പ്. വി ഹാവ് ടു പ്രൂവ് എഫ് ഈസ് എ കോഷ്യൻ മാപ്പ്. അപ്പോൾ അതിനെ ഇത് പ്രൂവ് ചെയ്താൽ മതി. വി ഈസ് ഓപ്പൺ ഇൻ വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ വി ഓപ്പൺ ഇൻ വൈ എടുത്തു കഴിഞ്ഞാൽ എഫ് എക്സിൽ നിന്ന് വൈയിലേക്കാണ്, എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് വി ഓപ്പൺ ഇൻ എക്സ് എന്ന് കിട്ടി. ഇനി എഫ് ഇൻവേഴ്സ് വി ഓപ്പൺ ഇൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ വി എന്നുള്ളത് ഓപ്പൺ ഇൻ വൈ എന്ന് കിട്ടണം. അപ്പം എഫ് എന്നുള്ളത് ഓപ്പൺ മാപ്പാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് വി ഓപ്പൺ ഇൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് വി ആയ വി എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആയിക്കോളും. സോ വി ഗോട്ട്